നമസ്കാരം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. അകജിരി തെളിവുകൾ സിദ്ദിഖിനെതിരാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിശബ്ദത നിഗൂഢമെന്നുകൂടി കോടതി നിരീക്ഷിക്കുമ്പോൾ ഭരണ സംവിധാനം കൂടി പ്രതിരോധത്തിലാകുന്നുണ്ട്. ഇതിനിടെ പീഡന പരാതിയിൽ കോടതി മുൻകൂർ ജാമ്യം നൽകിയ നടൻ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു അന്വേഷണ സംഘം. ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നു ശുദ്ധി കലശത്തിൽ ആദ്യപടി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖിനായി വലവിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ കൊച്ചി നഗരത്തിലും പുറത്തും സിദ്ദിഖിനായി പോലീസിന്റെ തെരച്ചിൽ നടക്കുകയാണ്. കാക്കനാട് പടമകളിലെ വീട്ടിലും ആലുവയിലെ തറവാട്ട് വീട്ടിലും സിദ്ദിഖ് ഇല്ലെന്നാണ് വിവരം. സിദ്ദിഖിന്റെ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്ന് ഉടൻ കൊച്ചിയിലെത്തും. സിദ്ദിഖ് വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള നടപടികളും അന്വേഷണ സംഘം സ്വീകരിച്ചു. പരാതിക്കാരിക്കെതിരെ സിദ്ദിഖ് ഉയർത്തിയ വാദങ്ങൾ മുഖവിലക്കെടുക്കാതെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ 5 വർഷത്തെ സർക്കാരിന്റെ മൗനത്തെയും കോടതി വിമർശിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്? ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്ത്? സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഇദ്ദേഹത്തിനെതിരെ സാഹചര്യ തെളിവുകൾ ധാരാളമുണ്ട്. മാത്രമല്ല, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ആവശ്യമായ രേഖകൾ, തെളിവുകൾ കോടതി മുൻപാകെ എത്തിയിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ ഈ തെളിവുകൾ പരിശോധിക്കുമ്പോൾ സിദ്ദിഖ് കുറ്റക്കാരനെന്ന് ബോധ്യപ്പെടുന്നു എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണം, വൈദ്യപരിശോധനയ്ക്ക് സിദ്ദിഖിനെ വിധേയമാക്കണം, കൂടുതൽ പരിശോധന, അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകിയാൽ എന്നും കോടതി വിലയിരുത്തുന്നു. ശേഷം നിശ്ചിതമായ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും വന്നു. സർക്കാരിനെയാണ് കോടതി വിമർശിക്കുകയുണ്ടായത്. കോടതി പറഞ്ഞത് സർക്കാർ ഈ 5 വർഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയാണ് ഉണ്ടായത്. സർക്കാരിന്റെ നിശബ്ദതയിൽ വലിയ നിഗൂഢതയുണ്ട് എന്ന് കോടതി സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. പിന്നീട് ഈ സിദ്ദിഖിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മറുപടി പറയുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. സിദ്ദിഖിനെതിരായ പരാതി ഗൗരവതരമാണ്. ഒരു സ്ത്രീ, അവരെ അപമാനിച്ചുകൊണ്ടാകരുത് ഇത്തരത്തിൽ വാദമുഖങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ഒരു സ്ത്രീ എല്ലാ തരത്തിലുള്ള ബഹുമാനവും സമൂഹത്തിൽ അർഹിക്കുന്നുണ്ട്. സിദ്ദിഖിന്റെ അത് മാത്രമല്ല, അതിൽ പറയുന്ന ഒരു കാര്യം, പരാതിക്കാരിക്കെതിരെ സിദ്ദിഖ് ഉയർത്തിയ വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ്. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനാവശ്യമാണെന്ന് കോടതി പറയുന്നു. ലൈംഗിക അതിക്രമത്തിനിരയായി എന്നുവെച്ച് പരാതിക്കാരിയുടെ സ്വഭാവത്തെ മോശമായി നിങ്ങൾ കാണരുത് എന്ന് കോടതി പറയുന്നു. പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത്. പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാൻ വേണ്ടിയാണെന്നും കോടതി ഇന്ന് പറയുന്നുണ്ട്. അതായത് അടിമുടി ഈ കേസിൽ പ്രതിക്കെതിരെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഒപ്പം പ്രതിഭാഗം അഭിഭാഷകന് മുന്നറിയിപ്പും താക്കീതും നൽകുന്നു. പിന്നാലെ തന്നെ സർക്കാരിന് വിമർശനം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് സിദ്ദിഖ് കൊച്ചിയിൽ തന്നെയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സിദ്ദിഖിന്റെ മകൻ രാമൻപിള്ള അസോസിയേറ്റ്സിന്റെ ഓഫീസിലെത്തി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിൽ അപ്പീൽ നൽകാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. സുപ്രീം കോടതിയിലാണ് അപ്പീൽ നൽകേണ്ടത്. അത് ഇന്ന് തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. സിദ്ദിഖിന്റെ മകൻ വന്ന ഘട്ടത്തിൽ സിദ്ദിഖിന്റെ മകനോട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തപ്പുണ്ടാക്കിയിട്ടില്ല എന്ന മറുപടിയാണ് നൽകുകയുണ്ടായത്. അതായത് സിദ്ദിഖ് ഒളിവിൽ തന്നെ അഭിഭാഷകരുടെ നിർദ്ദേശമനുസരിച്ച് മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അറസ്റ്റിന് വഴങ്ങാൻ എന്തായാലും സിദ്ദിഖിന് താല്പര്യമില്ല എന്നുകൂടി വ്യക്തമാകുന്നു. ഇനി അറിയേണ്ടത് SIT എന്ത് ചെയ്യും എന്നുള്ളതാണ്. അവർ പലയിടങ്ങളിലായി പോലീസ് തപ്പുന്നുണ്ട് സിദ്ദിഖിനെ എന്ന് പറയുന്നു. നെടുമ്പാശ്ശേരിയിൽ ചില ഹോട്ടലുകളിൽ പരിശോധന നടന്നു, പക്ഷേ അവിടെയെങ്ങും സിദ്ദിഖിനെ കണ്ടെത്താനായില്ല. ശരിക്കും SITക്ക് ഇനി ഇതിൽ ചെയ്യാനുള്ളത് സിദ്ദിഖിന്റെ അറസ്റ്റ് എത്രയും വേഗത്തിലാക്കുക എന്നുള്ളതാണ്. അതവർ ചെയ്യുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഈ ചർച്ചയിൽ ശ്രീ ബൈജു കൊട്ടാരക്കര സംവിധായകൻ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീമതി വിമല ബിനു അഭിഭാഷക എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ശ്രീ ബൈജു കൊട്ടാരക്കരയിലേക്കാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ ഒട്ടനവധി പരാതികളുണ്ട്. അത് ഒടുവിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾക്കറിയാം. ഇപ്പോൾ സിദ്ദിഖിന് പിന്നാലെയാണ് അന്വേഷണ സംഘം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇന്നുണ്ടായത് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചതുമാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര. ഉന്മേഷേ, ഈ സിദ്ദിഖ് AMMയുടെ സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങൾ ഇരുന്നല്ലോ.
ഇത്രയും കാലം ഇരുന്ന സമയത്ത് ഈ സിദ്ദിഖ് ഒരു പ്രാവശ്യം പോലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് അവരുടെ സംഘടന ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ മലയാളത്തിലെ ടെക്നീഷ്യൻസിൻ്റെ ഒരു സംഘടനയാണ് ഫെഫ്ക എന്ന് പറയുന്ന സംഘടന. ഈ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയും ഇതേവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പറയാത്തതിൻ്റെ കാരണം എന്താണ്? കേരളത്തിലെ ഫിലിം ചേംബർ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പറയാത്തതിൻ്റെ കാരണം ഇവരുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള സംശയമാണ് അവരെ അത് ഇല്ലാതാക്കിയത്. ഞാനത് എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴൊന്നും അല്ല ചോർന്നത്. ഇത് ചോർന്നിട്ട് 3.5 വർഷമായി. ആ 3.5 വർഷമായി ചോർന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പരിപൂർണ വിവരങ്ങൾ പല ആളുകൾക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊക്കെ അറിയാവുന്ന ഈ കാര്യങ്ങൾ അന്ന് മുതൽ തന്നെ പുറത്ത് സിനിമാക്കാർക്കിടയിലെങ്കിലും പാട്ടാണ്. അങ്ങനെ ഇത് പുറത്ത് വന്ന വിവരം അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തു വന്നാൽ പിന്നെ അവർക്ക് ഇപ്പോൾ സിദ്ദിഖ് മുങ്ങിയതിനേക്കാളിലും ഭീകരമായ രീതിയിൽ ഇവിടുന്ന് മുങ്ങേണ്ട അവസ്ഥയിലേക്ക് വരും. തലയിൽ മുണ്ടിട്ടാൽ പോലും അതിൻ്റെ നാണക്കേട് മാറില്ല. അത്രയും അധികം നാണക്കേടായിരിക്കും അവർക്കുണ്ടാവുക. അതുകൊണ്ടാണ് ഇവരാരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി ആഗ്രഹിക്കാത്തത്. നാഷണൽ വനിതാ കമ്മീഷൻ, അതായത് ദേശീയ വനിതാ കമ്മീഷന് സർക്കാർ കൊടുത്ത റിപ്പോർട്ടിൽ പോലും ഈ പറയുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് കൊടുത്തത്. അവരിപ്പോൾ ഇതിനകത്ത് അതിജീവിതകളെ തേടി കേരളത്തിലെത്തിയിരിക്കുന്നു. ഈ അതിജീവിതകൾ പലതരത്തിലുണ്ട്. കോടതിയിൽ നിന്ന് അതിൻ്റെ വാദോപങ്ങളും എല്ലാം നടന്നപ്പോൾ കോടതി എന്താണ് പറഞ്ഞത്? അതിജീവിത പറയുന്നത് അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ, അവരുടെ കാര്യങ്ങളിൽ ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് രാമൻപിള്ളയെ നിർത്തിപ്പൊരിച്ചു എന്നാണ് ഞങ്ങൾ അറിയുന്നത് കോടതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോടതിക്കൊക്കെ വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള സർക്കാരിൻ്റെ നിസ്സംഗത പോലും വളരെ വ്യക്തമായി കോടതി പറഞ്ഞു. ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൻ്റെ മേൽ അടയിരിക്കുന്നത്, അല്ലെങ്കിൽ അതെന്താണ് പുറത്തുവിടാത്തത്, ഒരു നടപടിയില്ലാത്തത് എന്താണെന്ന് അന്ന് മുതൽ തന്നെ കോടതി വളരെ വ്യക്തമായിട്ട് ഇന്ന് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആരെയാണ് പറ്റിക്കുന്നതെന്ന് അറിയാൻ വയ്യ. സർക്കാരും കൂടെ നടക്കുന്ന കുറേ ആളുകളുമൊക്കെ. ഇപ്പോൾ എന്താ 2-3 ദിവസമായിട്ട് ദിലീപിൻ്റെ കേസിൽ ജഡ്ജിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ടുള്ള ആ പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ആ ജഡ്ജി നല്ലതാണ്, ജഡ്ജി മറ്റേതാണ്, മറിച്ചതാണ്. ഇതൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഈ വിധിയെ ഇതൊക്കെ സ്വാധീനിക്കുമെന്നാണോ ഇവർ കരുതുന്നത്? അതോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനോ? എന്താണെന്നറിയില്ല. എന്താണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയും ചില ആളുകളുടെ ഈ വ്യാജ പ്രചരണങ്ങൾ വഴിയുമൊക്കെ ഇതിനകത്ത് സംഭവിക്കുന്നത് സത്യത്തിൽ ഈ കേരളത്തിലുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും അതേപോലെ തന്നെ ഈ ആളുകളെ പറഞ്ഞു പറ്റിക്കാനുമാണ്. പൾസർ സുനി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ ഞാൻ ആ പദം ഉപയോഗിച്ചത്, അത്രയും നീചമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട പൾസർ സുനി പോലും ജയിലിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയപ്പോൾ അവിടെ കീജയ് വിളിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത്. ആരാണ് ഈ കീജയ് വിളിച്ച ആൾക്കാരെ പറഞ്ഞു വിട്ടത്? ദരിദ്രനായ പൾസർ സുനിക്ക് എവിടെ നിന്നാണ് ഈ ആളുകളെ കിട്ടിയത്? ആ ആളുകളെ കിട്ടിയത് ആര് വിട്ടതാണെന്നൊക്കെ വളരെ വ്യക്തമായി ഇവിടെയുള്ള ആളുകൾക്കറിയാം. ഉന്മേഷ് തുടരുക. ശ്രീ ബൈജു കൊട്ടാരക്കര. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ കോടതിക്ക് മുൻപാകെ സിദ്ദിഖ് ഉന്നയിച്ച വാദങ്ങളുണ്ട്. അതൊന്ന്, എന്തുകൊണ്ട് ഈ പരാതി നൽകാൻ ഇത്ര വൈകി എന്നടക്കമുള്ള ചോദ്യങ്ങളാണ്. ഇന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തു വരുമ്പോൾ ഇതിനെല്ലാമുള്ള കൃത്യമായ ഉത്തരമുണ്ട്. അത്തരം വാദങ്ങളെയൊക്കെ ഹൈക്കോടതി നിശ്ചിതമായി വിമർശിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സിദ്ദിഖ് മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും പൊളിഞ്ഞു പോയിരിക്കുന്നുവെന്ന് താങ്കൾ കരുതുന്നുണ്ടോ രാഹുൽ ഈശ്വർ? മുൻകൂർ ജാമ്യം ഒരാൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തി നിരപരാധിയാണ് എന്നല്ല. അതേപോലെ മുൻകൂർ ജാമ്യം ഒരു വ്യക്തിക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം തെറ്റുകാരനാണ് എന്നല്ല. മുൻകൂർ ജാമ്യാപേക്ഷ ലഭിച്ചാലും ഇല്ലെങ്കിലും അത് തെറ്റിന്റെയോ തെറ്റില്ലായ്മയുടെയോ ഒരു ലക്ഷണമല്ല. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഈ വിഷയത്തിൽ ഇന്ററോഗേഷൻ ആവശ്യമാണ്. സിദ്ദിഖിന്റെ ഭാഗമടക്കം കൂടുതൽ പോലീസിന് അറിയേണ്ട ആവശ്യമുണ്ട്, ചോദ്യം ചെയ്യലിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യട്ടെ, സംശയമില്ല. ശ്രീ സിദ്ദിഖ് അതിന്റെ നിയമ നടപടിയുമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് ഹിയറിംഗ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഹിയറിംഗിന്റെ ഭാഗമായി ശ്രീ സിദ്ദിഖ് വരികയും സിദ്ദിഖിന് തന്റെ നിലപാട്, തന്റെ നയം മുമ്പോട്ട് വെക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്യും. 3, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ബഹുമാനത്തോടെ പറയട്ടെ. ഈ പരാതിക്കാരിയെ കുറിച്ച് യഥാർത്ഥത്തിൽ ഇത് ചൈനീസ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ട, അവർ പഠിച്ചിരുന്ന ചൈനീസ് കോളേജ് പുറത്തുവിട്ട കണ്ടെത്തലാണ്. സഹപാഠിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്ന കാര്യം കൊണ്ട് ചൈനയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് ഈ കംപ്ലൈന്റന്റ്. 14 പേർക്കെതിരെ ഇവർ പരാതി പറഞ്ഞു. ഇത് പല ഘട്ടങ്ങളിലായി ചർച്ചയിൽ അല്ല. ശ്രീ രാഹുൽ ഈശ്വർ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഇത് പല ഘട്ടങ്ങളിൽ താങ്കൾ തന്നെ ഉയർത്തി കേട്ട വാദമാണ്. മറ്റൊന്ന്, ഇത്തരം വാദങ്ങളൊക്കെ കോടതിക്ക് മുൻപാകെ എത്തിയല്ലോ. പ്രതിഭാഗ അഭിഭാഷകൻ ഉയർത്തിയതാണല്ലോ. കോടതി അതിനാ പരിഗണന നൽകിയോ? ഇല്ലല്ലോ.
ഇല്ല, ബഹുമാനപ്പെട്ട കോടതിയുടെ വിസ്ഡം നമ്മൾ ബഹുമാനിക്കുന്നു. കോടതി വിധിയോട് വിനീതമായി വിയോജിക്കുമ്പോഴും കോടതിയെ അബ്യൂസ് ചെയ്യാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. കോടതി എതിരായ വിധി വന്നാൽ കോടതി മോശമാണ്, അല്ലെങ്കിൽ വനിതാ ജഡ്ജി മോശമാണ്, തേടിയ വള്ളി കാലി ചുറ്റി, കോടതിയുടെ അച്ഛൻ മറ്റേ പാർട്ടിക്കാരനാണ്, കോടതിയുടെ ഭർത്താവ്, ഇങ്ങനൊന്നും ഞങ്ങൾ ആരും പറയാറില്ല. അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായം പൂർണ്ണമായും അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതിനെതിരെ ലീഗൽ നടപടിയായിട്ട് ശ്രീ സിദ്ദീഖ് പോവും. പക്ഷേ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ. 2019 ഫേസ്ബുക്കിൽ എഴുതിയതല്ല 2020 വന്ന് പറഞ്ഞത്, 2021 വന്ന് പറഞ്ഞത്, 2024 വന്ന് പറഞ്ഞത്. ആദ്യം മീഡിയയോട് വേറെയാണ്. സിദ്ദിഖ് വെർബലി അബ്യൂസ് ചെയ്തു, വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞത് എങ്ങനെ ഫിസിക്കൽ റേപ്പായി മാറി? നമ്മൾ ചോദിക്കേണ്ട ചോദ്യമല്ലേ. ഈ പെൺകുട്ടി ആദ്യം പറഞ്ഞത് സിദ്ദിഖ് നില തിയേറ്ററിൽ വെച്ച് വാക്കുകൾ കൊണ്ട് എന്നെ അബ്യൂസ് ചെയ്തു, സെക്ഷൽ സർവീസസിന് വേണ്ടി ചോദിച്ചു എന്നാണ്. അത് പിന്നീട് എങ്ങനെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് റേപ്പായി മാറി എന്ന സ്വാഭാവികമായ ചോദ്യമില്ലേ? ഈ പെൺകുട്ടി പോലും അവകാശപ്പെടുന്നത് അച്ഛന്റെയും അമ്മയുടെയും സുഹൃത്തിന്റെയും കൂടെ മസ്കറ്റ് ഹോട്ടലിൽ വന്നു എന്നാണ്. അച്ഛന്റെയും അമ്മയുടെയും സുഹൃത്തിന്റെയും കൂടെ മസ്കറ്റ് ഹോട്ടലിൽ വന്നാൽ അവർ പിന്നെ എവിടെ പോയി തുടങ്ങിയ സഹജമായ സ്വാഭാവികമായ പെൺകുട്ടി പറഞ്ഞിട്ടില്ല ശ്രീ രാഹുൽ ഈശ്വർ. അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടി ആ നിള തിയേറ്ററിൽ പ്രിവ്യൂവിനെത്തിയ സമയത്ത് മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, പിന്നെ എങ്ങനെ മാതാപിതാക്കൾക്ക് മസ്കറ്റിൽ പോയി എന്ന് മൊഴി കൊടുക്കാൻ കഴിയും? ഈ പെൺകുട്ടി മസ്കറ്റ് നില തിയേറ്ററിൽ വെച്ച് തന്നെ സിദ്ദിഖ് ചില സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചു എന്നാണല്ലോ ആദ്യം പറഞ്ഞത്. താങ്കൾക്ക് ഒരു പക്ഷേ ഓർമ്മ കാണും, 2019 ആദ്യം ഇത് പറഞ്ഞത്. അന്ന് 14 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അന്ന് വെർബൽ അബ്യൂസ്, വാചികമായി അബ്യൂസ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാണത് റേപ്പായി മാറിയത്? അപ്പം വാചികമായ അബ്യൂസ്, സെക്ഷൽ ഹരാസ്മെന്റിൽ നിന്ന് റേപ്പിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും മൊഴികൾക്ക് കൺസിസ്റ്റൻസി വേണ്ടേ? ഒറ്റ പോയിന്റ്, ലീഗൽ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിജീവിതകളുടെയോ പരാതിക്കാരുടെയോ മൊഴി മാത്രം മതി ഒരാളെ ശിക്ഷിക്കാൻ ഇന്ത്യൻ നിയമപ്രകാരം. പക്ഷേ സുപ്രീം കോടതി പറയുന്നത് പോലെ മൊഴികളിൽ കൺസിസ്റ്റൻസി വേണം. ഇവിടത്തെ പരാതിക്കാരുടെ മൊഴികളിൽ കൺസിസ്റ്റൻസി ഇല്ല. 3ഓ 4ഓ പ്രാവശ്യം ഇത് മാറുന്നത് കണ്ടു. 2019 ഫേസ്ബുക്കിൽ പറഞ്ഞത് വ്യത്യാസമാണ്, പിന്നീട് യൂട്യൂബിൽ പറഞ്ഞത് വ്യത്യാസമാണ്, അതിനുശേഷം മീഡിയയ്ക്ക് മുമ്പിൽ ഒന്ന് പറഞ്ഞ വ്യത്യാസമാണ്, അതിനുശേഷം പോലീസിനോടും 164 കൊടുത്തതും വ്യത്യാസമാണ്. അപ്പൊ ഇത്രയും പോലീസിനോട് 164 പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കറിയില്ല, എനിക്കറിയില്ല, താങ്കൾക്കറിയാമോ? നമ്മൾക്ക് ആർക്കും അറിയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അത് കോടതിക്ക് മുൻപാകെ മുദ്ര വെച്ച കവറിൽ എത്തിയ കാര്യമല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട. മറിച്ച് ആ പെൺകുട്ടി പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്കറിയാം, ഇന്ന് കോടതിയിൽ ഉയർന്ന വാദമുഖങ്ങൾ അറിയാം. പക്ഷേ ആ വാദമുഖങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണല്ലോ ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിക്കുന്നത്. അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താണ് സംഭവിച്ചെന്ന് ഈ കുട്ടി പറഞ്ഞതായി വിധിന്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആദ്യ പാരഗ്രാഫ് എന്ത് സംഭവിച്ചു എന്ന് ഈ കുട്ടി അലജ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് കോടതി വിധികളുടെ ഒരു സ്ട്രക്ചർ. അതുകൊണ്ട് അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് പബ്ലിക് ഡൊമൈൻ ഉള്ളതാണ്. പറയുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാര്യം അത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അപ്പോൾ 2019 ഇതല്ല പറഞ്ഞതെന്ന് നമ്മൾ ഓർക്കണം. 2019 വെർബൽ അബ്യൂസിൽ തുടങ്ങി ഇപ്പൊ റേപ്പിലേക്ക് മാറുമ്പോൾ അതിന് സംശയം ജനിപ്പിക്കുന്നു. മൊഴികളിൽ കൺസിസ്റ്റൻസി ഇല്ല, മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ അത് സ്ത്രീവിരുദ്ധത കാരണം ഈ പരാതിക്കാരുടെ മൊഴികളിൽ അവ്യക്തതയുണ്ട്, ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, മൊഴികൾക്ക് കൺസിസ്റ്റൻസി ഇല്ല. അതോടൊപ്പം ഈ വ്യക്തിക്ക് ഷേഡിയായ ഒരു പാസ്റ്റ് ഉണ്ട് എന്ന് ചില രേഖകൾ വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമണ്ഡലത്തിലും ചൈനീസ് യൂണിവേഴ്സിറ്റിയുടെ രേഖകൾ, വെയ്ഫാങ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ രേഖകളുമുണ്ട്. അത്തരം പ്രചാരണങ്ങളൊക്കെ കോടതി കൂടി അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തിഹത്യയുമായി ബന്ധപ്പെട്ട് കൂടി കോടതിക്ക് പരാമർശം നടത്തേണ്ടി വരുന്നത്. അത്തരത്തിൽ പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യാൻ കഴിയില്ല എന്നുകൂടി കോടതി പറയുന്നുണ്ട്. സ്ത്രീയെ ബഹുമാനിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബിൽക്കിസ് ബാനു കേസൊക്കെ പൂർണ്ണമായി യോജിക്കുന്നു. സ്ത്രീയെ മാത്രം ബഹുമാനിച്ചാൽ മതിയോ? പുരുഷന് ബഹുമാനം വേണ്ടേ? പുരുഷന് നേരെ നിവിൻ പോളിയെ പോലെ വ്യാജ പരാതി വന്നാൽ ബാക്കിയുള്ളവരെ പോലെ വ്യാജ പരാതി വരികയാണെങ്കിൽ അവന്റെയും ബഹുമാനവും മാനവും ഇല്ലേ? രാഹുൽ ഈശ്വർ, നിവിൻ പോളി എന്താണ് ചെയ്തത്? അത്തരം ഒരു പരാതി വന്ന സമയത്ത് അദ്ദേഹം ആ നിമിഷം തന്നെ പ്രതികരിക്കുന്നു, ധൈര്യത്തോടെ പുറത്തിറങ്ങുന്നു. ഇത് വ്യാജ പരാതിയാണെന്ന് പറയുന്നു, അതിനെ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ നേരിടുന്നു. ഇവിടെ നമ്മൾ അങ്ങനെയല്ലോ കണ്ടത്. പരാതി വരുന്നതിന് പിന്നാലെ ഒളിച്ചോടുകയാണ്. നിയമത്തിന്റെ വഴിയിൽ നേരിട്ടു. സിദ്ദിഖിന് നേരെ ആരോപണം ഉണ്ടായി, കടിച്ചു തൂങ്ങാതെ ആ നിമിഷം അദ്ദേഹം രാജിവെച്ചു. ശ്രീ രഞ്ജിത്ത് 2 ദിവസം താമസിച്ചു രാജിവെക്കാൻ. ശ്രീ സിദ്ദിഖിനെതിരെ ആരോപണം വന്നു, അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരാനായി ശ്രീ സിദ്ദിഖ് രാജിവെക്കുകയാണ്. പിന്നീട് അപ്പം പോലും ആരോടും ചോദിച്ചില്ല, ആരും ഡിമാൻഡ് പോലും ചെയ്തില്ല. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെക്കുന്നു. അതിനുശേഷം DGPക്ക് പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ ഈ ചൈനീസ് യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളടക്കം സഹപാഠിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതിന് ചൈനീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തായ ഈ പരാതിക്കാരിയെ കുറിച്ചുള്ള രേഖകൾ ബഹുമാനപ്പെട്ട DGPക്ക് കൊടുക്കുന്നു. അപ്പം ഇത് തീർച്ചയായും കോടതി പറയട്ടെ. എന്റെ എല്ലാം വിശ്വാസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ ശ്രീ സിദ്ദിഖിന് ജാമ്യം അനുവദിക്കുമെന്ന് തന്നെയാണ്. ശരി, താങ്കൾക്ക് ആ പ്രതീക്ഷയാണുള്ളത്. WCCയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട് ഈ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട്. സ്ത്രീകളുടെ പോരാട്ടത്തിന്റെ വിജയം, സ്ത്രീകളുടെ ധൈര്യത്തിന് അഭിനന്ദനം എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങൾ കൂടി WCCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അഡ്വക്കേറ്റ് വിമല ബിനു, ഇപ്പോൾ ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ അടക്കം ചൂണ്ടിക്കാണിക്കുന്ന ചില വാദങ്ങളുണ്ട്. നേരത്തെ സമൂഹ മാധ്യമങ്ങളുടെ ഉന്നയിച്ച ഒരു ആരോപണം അത് മറ്റൊരു തരത്തിലായിരുന്നു. പിന്നീട് അത് എന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നു എന്നാണ് അവരുടെയൊക്കെ ഒരു ചോദ്യം.
കോടതി നിയമത്തിന്റെ കണ്ണിലൂടെ എങ്ങനെയായിരിക്കും ഈ വാദങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടാവുക ഈ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ? അഡ്വക്കേറ്റ് വിമല വിനു. തീർച്ചയായും അതിനു മുമ്പേ തന്നെ രാഹുൽ ഈശ്വറിനോട് ഒരു വാക്ക് ഈ അദ്ദേഹത്തിന്റെ വാദം മുങ്ങൾക്കിടയായിട്ട് ശക്തമായിട്ട് ആ പെൺകുട്ടിയുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയുണ്ടായി. ഇന്ന് കോടതി അത് തന്നെയാണ് വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. സർവൈവറിനെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്യുകയല്ല വേണ്ടത്. ആരോപണങ്ങളെ അതിശക്തമായി നേരിടേണ്ടതുണ്ട് പ്രതികളെ സംബന്ധിച്ചിടത്തോളം, പ്രതികളുടെ കൂട്ടാളികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതൊരു സർവൈവറിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടാവരുത്. ഇതിനകത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണ്. കോൺട്രഡിക്ഷൻസ് വളരെ വൈറ്റലാണ് ഒരു പ്രോസിക്യൂഷൻ കേസിൽ. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, സബ്സിക്വന്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, സബ്സിക്വന്റ് ആയിട്ട് വീണ്ടും തേർഡ് വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഇത് മൂന്നും വെർബലി നോക്കുകയാണെങ്കിൽ കോൺട്രഡിക്ഷൻസ് ഉള്ളതാണ്. കോൺട്രഡിക്ഷൻസ് എപ്പോഴാണ് വൈറ്റൽ ആവുക? കേസിന്റെ വിചാരണ ഘട്ടത്തിലാണ്. ട്രയൽ കോർട്ടിന് ഈ കോൺട്രഡിക്ഷൻസ് മെറ്റീരിയൽ ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് പോകേണ്ട വരും. പക്ഷെ അപ്പോഴും കോടതി ഇന്ന് പറഞ്ഞ വിധിന്യായത്തിൽ പറഞ്ഞ എക്സ്പ്ലനേഷൻ, അതായത് ഒരു പെൺകുട്ടി ഇത്തരത്തിലുള്ള ലൈംഗിക പീഡനം നേരിട്ടാൽ അവളുടെ സോഷ്യൽ ബാരിയേഴ്സ് കാരണമോ അല്ലെങ്കിൽ ഇമോഷണൽ ട്രോമ കാരണമോ, അതല്ല എങ്കിൽ തന്റെ കരിയറിനെ അത് ബാധിച്ചേക്കാം എന്നുള്ള ഭയം കാരണമോ ഒരു പക്ഷേ അത് പൂർണ്ണമായും സമൂഹത്തിന് മുമ്പിൽ റിവീൽ ചെയ്യാനോ ഒരു പോലീസ് കംപ്ലൈന്റ് ലോഞ്ച് ചെയ്യാനോ ഒരു അതിജീവിതം ഒരുപക്ഷെ ശ്രമിച്ചേക്കില്ല. നമ്മുടെ ഇന്ത്യയിലെ സാമൂഹിക പശ്ചാത്തലം കൂടെ പരിഗണനയിൽ എടുത്തുകൊണ്ടാണ് നമ്മുടെ നിയമങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി പല ഘട്ടങ്ങളിലായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു പ്രോസിക്യൂഷൻ കേസിൽ ഡിലേ ഫാറ്റൽ അല്ലാതാവുന്നത്, പ്രത്യേകിച്ചും റേപ്പ് കേസുകളിൽ എന്ന് വെച്ചാൽ, റേപ്പ് കേസുകളിൽ ഡിലേ ഫാറ്റൽ ആയിട്ട് നമ്മൾ കരുതിയാൽ പലപ്പോഴും അതിജീവിതകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യൽ ബാരിയേഴ്സ് ധാരാളം ഉള്ളവരാണ്. സമൂഹം തന്നെ എങ്ങനെ കാണും എന്നുള്ള പേടി ഉണ്ടാവും. അതല്ലെങ്കിൽ തന്റെ കരിയറിനെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടാവും, തന്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. സോ ഇത്തരം ധാരാളം സാഹചര്യങ്ങളുടെ ഒരു ഇമോഷണൽ ട്രോമയുടെ വലയത്തിനുള്ളിൽ ഇപ്പോൾ ഈ പരാതി നൽകാൻ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ള ആ ചോദ്യത്തിന് അതിനുള്ള കൃത്യമായ മറുപടി കൂടി കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടില്ലേ ഇതിനോടകം തന്നെ? അഡ്വക്കേറ്റ് വിമല വിനു. അതെ. കോടതി വ്യക്തമായി അതിനകത്ത് പറയും. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട് ഇത്തരം കാര്യങ്ങളിൽ. അതായത് റേപ്പ് കേസുകളിലെ ഡിലേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഡിലേ ഉണ്ടായത് എന്നുള്ളത് റേപ്പ് കേസുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സിറ്റുവേഷൻ പ്രോസിക്യൂഷൻ ഇല്ല. കാരണം റേപ്പ് കേസുകളിൽ സ്വാഭാവികമായും ഒരു ഡിലേ ഉണ്ടാകാനുള്ള സാഹചര്യമാണ് ഈ പറഞ്ഞത്. സോഷ്യൽ ബാരിയേഴ്സ് ഉണ്ടാവാം, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള തിങ്കിങ് പ്രോസസ് ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താവും താൻ ഇത്തരത്തിലൊരു പരാതി ലോഞ്ച് ചെയ്താൽ താൻ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടവളായി മാറുമോ എന്നുള്ള ഭയം ഉണ്ടാവാം. സോ അതുകൊണ്ടാണ് റേപ്പ് കേസുകൾക്ക് മാത്രം ഇത്തരത്തിലുള്ളൊരു ഒരു ആനുകൂല്യം സുപ്രീം കോടതി പല ഘട്ടങ്ങളിലായിട്ട് പല കേസുകളിലെ ഡിസിഷനിലായിട്ട് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് സിദ്ദിഖിന്റെ കേസിൽ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യ തെളിവുകൾ അദ്ദേഹത്തിനെതിരായിരിക്കും. മാത്രമല്ല, കോടതി അതിനകത്ത് വ്യക്തമായും കൃത്യമായും പറയുന്നുണ്ട്, രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ മുൻകൂർ ജാമ്യം തള്ളിയെന്ന് വെച്ചാൽ അദ്ദേഹം ആണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ കോടതി വ്യക്തമായും പറയുന്നുണ്ട്, ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് എത്തണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ടാവാം. അറസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അത് സിദ്ദിഖിനെതിരായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയി പോകും എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രതിക്ക് ഒരു പക്ഷേ തനിക്കുള്ള എക്സ്പ്ലനേഷൻസ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്താൻ തക്കതായ എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ ഇതിനകത്ത് സിദ്ദിഖ് അദ്ദേഹത്തിന്റെ FB പ്രൊഫൈലിൽ കൂടിയാണ് ഈ പെൺകുട്ടിയെ പലതവണ ബന്ധപ്പെട്ടതെന്നും എന്നാൽ സബ്സിക്വന്റ് ആയിട്ട് അദ്ദേഹം ആ FB പ്രൊഫൈല് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതുമാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കൾപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രൈമ ഫേസി ആ കുറ്റത്തിന്റെ ഒരു കുറ്റം നടന്നിട്ടുണ്ടാവാം എന്നുള്ളൊരു സാഹചര്യം സംശയിക്കത്തക്ക രീതിയിലേക്ക് ഉള്ള പോയിന്റിങ് റൈസ് ചെയ്യപ്പെട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കോടതി അതിനകത്ത് വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഒരുപക്ഷെ മാധ്യമങ്ങൾ നിരീക്ഷിക്കാതെ പോയി, സമൂഹത്തിന് ഒരു റോങ് മെസ്സേജ് കൊടുക്കാൻ പാടില്ല. സോ ഇത്തരം എന്തുകൊണ്ടാണ് ക്രൈമുകൾ ശിക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? ബിക്കോസ് സമൂഹത്തിന് റോങ് മെസ്സേജ് ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും കുറ്റവിമുക്തരായി പോകുന്നു,
എല്ലാവരും ഒരുപക്ഷെ ഇതൊരു ട്രയലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ വാദിച്ചതുപോലെ പ്രൈമറി ആയിട്ട് ഈ മെറ്റീരിയൽ കോൺട്രഡിക്ഷൻസ് വൈറ്റലായി മാറാം ഒരുപക്ഷെ ആ കേസ് മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ ഈ മെറ്റീരിയൽ കോൺട്രഡിക്ഷൻസ് വളരെ ക്രൂഷ്യലായി മാറാം എന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം മറ്റ് മെഡിക്കൽ എവിഡൻസസ് മറ്റ് അതർ എവിഡൻസസ് ഈ കേസിൽ നമുക്ക് അവൈലബിൾ ആകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം അതിന്റെ സ്ട്രക്ചറിങ് പോകുന്നത് തന്നെ. ആകെ ഒരു ശരി സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിന്റെ ബാക്കപ്പ് ആയിരിക്കും ഈ കേസ് മൊത്തത്തിൽ. ശരി, ഏതായാലും അത് അന്വേഷണ സംഘം അക്കാര്യത്തിലൊക്കെ തെളിവുകളിൽ കണ്ടെത്തി അത് പിന്നീട് ആ പരിഗണനയ്ക്ക് വരേണ്ടതുമാണ്. തിരികെ ചർച്ചയിലേക്ക് എത്താൻ ഇപ്പോൾ പരാതിക്കാരിയുടെ ഒരു FB പോസ്റ്റ് കൂടി വരുന്നുണ്ട്. ലൈഫ് ഈസ് എ ബൂമറാങ്, വാട്ട് യു ഗിവ് യു ഗെറ്റ് എന്ന് പറയുന്ന ഒരു FB പോസ്റ്റ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ ബൈജു കൊട്ടാരക്കരയിലേക്കാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ ഈ മലയാള സിനിമയുടെ അതുമായി ബന്ധപ്പെട്ട ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ രൂപപ്പെട്ടൊരു അധികാര മനോഭാവം, അതിന് നേരെ ഉണ്ടായ ഒരു തിരിച്ചടി കൂടി, പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ പ്രതികരണങ്ങളൊക്കെ പല ഘട്ടത്തിൽ പുറത്തു വരുന്ന കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ കൂടി ഈ വിഷയത്തെ കാണേണ്ടതില്ലേ ശ്രീ ബൈജു കൊട്ടാരക്കര? തീർച്ചയായും ഉണ്ട് ഉന്മേഷ്. അതായത് മലയാള സിനിമയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതായത് വളരെ വൃത്തിയായി നടന്നുകൊണ്ടുപോയ ഒരു ഇൻഡസ്ട്രിയെ കുറേ ആളുകൾ ചേർന്ന് കുറേ കാലങ്ങളായി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇൻഡസ്ട്രിയെ വ്യഭിചരിച്ചതിൻ്റെ ഗുണമാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പച്ച മലയാളത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ മാതിരിയുള്ള പ്രവൃത്തികൾ ചെയ്തതിൻ്റെ ഫലമാണ് മലയാള സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ പേരുവിവരങ്ങളടങ്ങിയ അതായത് ഇരയുടെ പേരല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേട്ടക്കാരുടെ പേരുകളടങ്ങിയ ആ ഖണ്ഡികകൾ മാത്രം മറച്ചുവെച്ച് എന്തിനാണ് ഈ സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത്? ഇത് കോടതി പറഞ്ഞിട്ടാണ് പുറത്തുവിട്ടത്. കോടതി പറഞ്ഞിട്ട് പുറത്തുവിട്ടപ്പോൾ പോലും ആ പേജുകൾ മറച്ചു വെച്ചിരിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷൻ കൊടുത്ത കാര്യത്തിലും ആ പേജുകൾ മറച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം ഉന്മേഷ്, ഞാൻ ഈ പറയുന്നത് പോലെ ഈ വേട്ടക്കാരുടെ ഇന്നോ അല്ലെങ്കിൽ ഇരകളുടെ ഇന്നോ ഒന്നും പണം മേടിച്ചിട്ടൊന്നുമല്ല ഈ ചർച്ചകൾക്കൊന്നും വന്നിരിക്കുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ നന്മ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ നന്മ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടെന്ന് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ 10-30 വർഷക്കാലമായി ഇൻഡസ്ട്രിയിലുണ്ട്. അതുപോലെ തന്നെ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി കുറേ കാലം വരുന്നു, ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നതെന്ന് വളരെ വ്യക്തമായി അറിയാൻ കഴിവുള്ള ഒരാളാണ് ഞാൻ, അല്ലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തു വന്നാൽ ഇതിൻ്റെ 100 മടങ്ങ് കാര്യങ്ങളാണ് പുറത്തു വരാനുള്ളത്. ചിലപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതിനേക്കാളും കാര്യങ്ങൾ ഒരുപാട് പുറത്തു വരാനുണ്ട്. അതുമാത്രമല്ല, ഇതിനകത്ത് ഇവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവർ പറയുന്നതാണെന്ന് അറിയാമോ? സമത്വം, അതേപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ശമ്പളം എന്നൊക്കെ പറഞ്ഞതിനെ ലഘൂകരിച്ച് കണ്ട് വേറെ രീതിയിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സിനിമയ്ക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ആരും ചർച്ചയ്ക്കെടുക്കുന്നില്ല. അതേപോലെ നേരത്തെ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിക്ക് റിപ്പോർട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രിയോടുകൂടി ഏതാണ്ട് 1.5 മണിക്കൂറോളം സംസാരിച്ചു. ഈ സംസാരിച്ച കാര്യങ്ങളുമൊക്കെ ഈ സിനിമയെക്കുറിച്ച് മാത്രമായിരുന്നു. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സിനിമയിലുണ്ടായിട്ടുള്ള അപജയങ്ങൾ, അതേപോലെ സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലേറ്റായതിനുള്ള കാരണങ്ങൾ, അത് പുറത്ത് വിടാതിരിക്കാനുള്ള ചില കാര്യങ്ങളുമൊക്കെ ഇതിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. സർക്കാരിനെ പോലും വെട്ടിലാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ സംഘടനകളുടെ ചില നേതാക്കന്മാരും സിനിമയിലെ ചില വലിയ പുണ്യാളന്മാരെ നടിക്കുന്ന ചില ആളുകളുമൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് പുറത്തു വരാതെ ഇരിക്കുന്നത്. ഇപ്പോഴും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തു വന്നാൽ ഇത് വലിയ കുഴപ്പങ്ങളിലേക്ക് തന്നെ ചെന്ന് ചാടും. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഏത് കാലം മുതലാണ് ഉണ്ടായെന്ന് അറിയാമല്ലോ. ദിലീപിൻ്റെ കേസ് വന്ന സമയം മുതലാണ് പിന്നെ WCC ഒക്കെ ഇടപെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. ഇനി WCC കുറിച്ച് പറയുകയാണെങ്കിൽ WCC ഫേസ്ബുക്കിൽ മാത്രം കിടന്ന റിപ്പോർട്ട് പിന്നെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതായത് എല്ലാവരും WCC പൊക്കി പറയും, ചാനലുകളൊക്കെ പറയും WCC ആണ് വലുത്. ഒക്കെ ശരിയാണ്, WCC വലുതാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഘടന അവരുണ്ടാക്കി, അല്ല WCC എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി, സിനിമയുടെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ കാണുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ മാത്രമാണെന്നുള്ളതാണ് സത്യം. ഇനി ഈ അടുത്ത ഒരു ദിവസം ഒരു ചാനൽ പുറത്ത് വിടാൻ പാടില്ലാത്തതെങ്കിൽ പോലും ഒരു റിപ്പോർട്ട് പുറത്തു വിട്ടു. ഈ റിപ്പോർട്ടിലെ ചില ഖണ്ഡികകൾ പുറത്തു വിട്ടു. ഇതൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഒരു ലൊക്കേഷനിൽ വെച്ച് ഒരു സൂപ്പർ സ്റ്റാർ ഒരു പിന്നെ അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു നടിയോട് അപമര്യാദയായി പെരുമാറിയെന്നോ അവരെ ഉപദ്രവിച്ചു എന്നും ഒക്കെയുള്ള കാര്യം പുറത്തുവിട്ടു. ഈ പുറത്തുവിട്ട 2 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് പിൻവലിച്ചു. പിൻവലിച്ചത് സത്യത്തിൽ കോടതിയെ പേടിച്ച് തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. കാരണം കോടതി ഇത് മാധ്യമ ചർച്ചയാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പേര് മാത്രമാണ്. ഇത് പുറത്തുവിട്ട് കഴിഞ്ഞപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞില്ല WCC എന്തിനാ മുഖ്യമന്ത്രിയെ കാണാൻ പോയി?
അതായത് WCCയുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പേര് വല്ലതുമാണോ വന്നത് എന്നുള്ളൊരു സംശയം കൊണ്ടല്ലേ അവർ മുഖ്യമന്ത്രിയെ കാണാൻ പോയത്. ഈ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുമ്പ് WCCയിലെ അംഗങ്ങളൊന്ന് ആലോചിക്കണമായിരുന്നു. തങ്ങളുടെ കൂടപ്പിറപ്പായ അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ ജോലി ചെയ്ത് വർഷങ്ങളോളം ജോലി ചെയ്തുകൊണ്ടിരുന്ന തങ്ങളുടെ ഒരു സഹോദരിയാണ് വളരെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്, നടി ആക്രമിക്കപ്പെട്ട കേസിൽ. ആ കേസിൻ്റെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇതുവരെ തീർന്നിട്ടില്ല. ഏതാണ്ട് സെഞ്ചുറി അടിച്ച് കഴിഞ്ഞു പല കാര്യങ്ങളിലും. അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ 107 ദിവസമാണ് വിചാരണ നടത്തിയത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും അവർക്ക് ആർക്കും ഒരു മിണ്ടാട്ടമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി പുറത്തു വന്നപ്പോൾ തന്നെ അവരെന്തിനാണ് മുഖ്യമന്ത്രിയെ കണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പോയത്? അപ്പോൾ അവർ കരുതുന്നത് ഈ രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേണായിട്ട് നിന്നിട്ട് അവർ പോലീസിനോട് പരാതി പറഞ്ഞെങ്കിൽ, ഇനി നമുക്കൊരു കാര്യം നോക്കാം, ഇനി പോലീസിനോട് ഈ പറയുന്ന ഇരകൾ എത്ര പേര് പരാതി പറയുന്നുണ്ടെന്ന് നോക്കാം. പരാതി പറയാൻ പകുതി ആളുകളും കാണില്ല. സെറ്റിൽമെന്റ് തന്നെ പല സ്ഥലങ്ങളും തുടങ്ങിയതാണ് ഉന്മേഷ് അറിയുന്നത്. സെറ്റിൽമെന്റിന് വേണ്ടി പല ഏജന്റുമാരും പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും പാഞ്ഞു കിടക്കുന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും മദ്രാസിലും ഒക്കെ ഈ സെറ്റിൽമെന്റിന് വേണ്ടി നടക്കുകയാണ് ഇപ്പോൾ. ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം ശ്രീ ബൈജു കൊട്ടക്കര. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഈ മറ്റ് പരാതികളുണ്ടല്ലോ, പീഡന പരാതികളിലൊക്കെ ഈ ആരോപണ വിധേയർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ സിദ്ദിഖിന്റെ കാര്യത്തിൽ അതുണ്ടാകുന്നില്ല, അപേക്ഷ കോടതി തള്ളുകയാണ്. അത് മറ്റൊരു തരത്തിൽ ഇതിന്റെ ഗൗരവ സ്വഭാവത്തെ കൂടിയല്ലേ കാണിക്കുന്ന രാഹുൽ? അങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ ഉയർത്തിയ വാദങ്ങളൊക്കെ അത് ആ നിലയ്ക്ക് കൂടി പരാജയപ്പെട്ടു പോകുന്നുണ്ടല്ലോ രാഹുൽ. വേണമെന്നില്ല. നേരത്തെ നമ്മുടെ അവിടെ ഇരിക്കുന്ന ബഹുമാനിയായ അഭിഭാഷക മാഡം സൂചിപ്പിച്ചതുപോലെ നിയമത്തിന്റെ ഒരു പ്രോസസ് ഉണ്ട്, അതൊരു വഴിയുണ്ട്. ആ പ്രോസസ്സിനെ ബഹുമാനിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതങ്ങനെ തന്നെ വേണം താൻ. 50 വർഷത്തിലേറെയായ മലയാളത്തിൽ നിൽക്കുന്ന മഹാനടനായ മമ്മൂട്ടി എടുത്ത നിലപാടെന്താണ്? മഹാനായ മോഹൻലാൽ എടുത്ത നിലപാടെന്താണ്? തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ മീഡിയക്കാരും നമ്മളും എല്ലാം ഒരുമിച്ച് നിന്ന് സിനിമാ മേഖലയെ നവീകരിക്കണം. സിനിമാ മേഖലയുടെ നശീകരണത്തിന് വേണ്ടി ആകരുത്, നവീകരണത്തിന് വേണ്ടിയാകണം. 2, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 53 പരാതികളിൽ 20 പരാതികളാണ് ഗൗരവ സ്വഭാവമുള്ളത് എന്നും അതിൽ SIT അന്വേഷിക്കുമെന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. അതിൽ തന്നെ നോക്കൂ, 33 എണ്ണം ഗൗരവ സ്വഭാവമുള്ളതല്ല എന്നും കൂടി അതിനർത്ഥമില്ലേ? അതായത് 53 പരാതികളിൽ 20 പരാതികൾക്കാണ് ഗൗരവ സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞാൽ 33 എണ്ണം അതിൽ പോലും ഗൗരവ സ്വഭാവം ഇല്ലാത്തതാണ്. അതിന്റെ മെറിറ്റ് എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ ഏക കാര്യം എന്താണ്? കുറ്റക്കാരനും കുറ്റാരോപിതനും ഒന്നല്ല. കുറ്റാരോപിതൻ എന്ന് പറയുന്നതും കുറ്റക്കാരനും ഒന്നല്ല. കോടതി ഒരാളെ തെറ്റുകാരനാണെന്ന് പറയുന്നത് വരെ അയാളെ കുറ്റക്കാരൻ എന്ന് വിളിക്കാൻ നമുക്ക് അധികാരമില്ല. അവസാന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി ഇന്ത്യയിൽ ചരിത്രപരമാണ്. ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി 7-ാം പേജ് 7-ാം പാരഗ്രാഫ് 2-ാം ഉപഖണ്ഡികയിൽ എഴുതി വെച്ചിരിക്കുന്നു, പെൺകുട്ടിക്ക് മാത്രമല്ല പുരുഷനും സ്വകാര്യതയ്ക്ക് അവകാശമുണ്ട്. അക്യൂസ്ഡിന് സ്വകാര്യതയ്ക്ക് അവകാശമുണ്ടെന്നും പെൺകുട്ടി കംപ്ലൈന്റിന്റെ സ്വകാര്യത സംരക്ഷിക്കുന്നത് പോലെ തന്നെ അക്യൂസ്ഡിന്റെ സ്വകാര്യതയും സംരക്ഷിക്കണം. നമ്മൾ ഈ വിഷയത്തിൽ എല്ലാവരോടും ഫെയർ ആയിരിക്കണം. നമ്മൾ ഒരുപാട് വ്യാജ പരാതികൾ ഇതിനിടെ കണ്ടില്ലേ? അങ്ങനെ നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പരാതി നമ്മൾ കണ്ടു. ശ്രീ രഞ്ജിത്തിനെതിരെ 2015-ഉം 2012 തമ്മിലുള്ള കോൺട്രഡിക്ഷൻ കണ്ടു. അതായത് 2015-ൽ തുടങ്ങിയ ഹോട്ടലിൽ 2012-ൽ പീഡിപ്പിച്ചു എന്ന പരാതി. വ്യാജമെന്നോണം വരുന്ന പരാതികളെ ആ നിലയ്ക്ക് മാത്രമേ നമ്മളും കാണുന്നുള്ളൂ. കറക്റ്റ്. അത് മാത്രം മതി. ഇനി ഒരു കാര്യം കൂടെ വേണം. കേരളം കേട്ടത് എന്താ? ഉറക്കപ്പിച്ച് കാരണം റേപ്പിന്റെ ഡേറ്റ് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞൊരു കുട്ടിയെ വരെ കേരളം കേട്ടു. ഡിസംബർ 15-16 തന്നെ ദുബായിലെത്തി റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി കേരളത്തിലാണ് നിവിൻ പോളി എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഡിസംബർ 15-16 ഞാൻ ഉറക്കപ്പിച്ച് കാരണം പറഞ്ഞതാണ് എന്ന് വരെ പറയുകയുണ്ടായി. അപ്പൊ ഈ അവസരത്തിൽ ദേഷ്യം തീർക്കാനും അസൂയ കാരണവും സിനിമയില്ലാത്തത് കാരണം സിനിമയുള്ളവരോട് ദേഷ്യം ഉണ്ടാവും. അപ്പൊ അത് കാരണവും പബ്ലിസിറ്റിക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് പേര് കള്ളം പറയുന്നത് നമ്മൾ കേട്ടില്ലേ? അപ്പൊ സിദ്ദിഖിന്റെ കേസിലെ മെറിറ്റ് എന്താണ് എന്ന് നമുക്കറിയില്ല. ആ മെറിറ്റ് നമ്മൾ വരുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട കോടതി, സുപ്രീം കോടതി അടക്കം ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ കൊടുത്താൽ നമ്മൾ ഈ ചർച്ച എടുക്കൂ. അതായത് മുൻകൂർ ജാമ്യം ലഭിച്ച ഒരുപാട് നടന്മാരുണ്ട്, അവരെ ആരെങ്കിലും അനുകൂലിച്ച് നമ്മൾ ചർച്ച എടുക്കൂ? ഇല്ല. ആർക്കെങ്കിലും നേരെ അവർ ഉദ്ദേശിക്കാത്ത വിധി വരുമ്പോൾ നമ്മൾ എടുക്കുകയും ഇവരെ മോശക്കാരൻ ചിത്രീകരിക്കുന്നത്. അപ്പൊ സിദ്ദിഖ് ഒരു അക്യൂസ്ഡ് മാത്രമാണ്, അത് മാത്രമേ ഉള്ളൂ. സിദ്ദിഖിന് നേരെ ഒരു ആരോപണം വന്നു. ആരോപണം ശരിയാകാം തെറ്റാകാം. തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിദ്ദിഖിനെ അറിയുന്ന ആരും സിദ്ദിഖിനെതിരെ അങ്ങനെ ഒരു ആരോപണം വിശ്വസിക്കില്ല. നേരെ മറിച്ച് സുപ്രീം കോടതിയിൽ പോട്ടെ, കേസ് തിരിച്ചു വരട്ടെ. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പെൺകുട്ടി 14 പേർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്, ഒരാൾക്കെതിരെ അല്ല. 14 പേർക്കെതിരെ. നേരത്തെ മാഡവും കൂടി സൂചിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത പോലെ 4 തവണ മൊഴി മാറ്റി. ആദ്യം ഫേസ്ബുക്കിൽ പറഞ്ഞതൊന്ന്, 2ാമത് യൂട്യൂബിൽ പറഞ്ഞു ഒന്ന്, 3 മീഡിയക്കാരുടെ മുമ്പിൽ പറഞ്ഞു ഒന്ന്, 4 കോടതിയിൽ പറഞ്ഞു ഒന്ന്. ആദ്യം പറഞ്ഞത് നില തിയേറ്ററിൽ വെച്ച് വെർബൽ അബ്യൂസ് ഉണ്ടായി, എന്നോട് സെക്ഷുവൽ ഫേവർ ചോദിച്ചു എന്നാണ്. നില തിയേറ്ററിൽ നിന്ന് സെക്ഷുവൽ ഫേവർ ചോദിച്ചതിൽ നിന്ന് മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് റേപ്പ് ചെയ്തു എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസമില്ലേ സാർ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടെ സമൂഹത്തിലെ ആൾക്കാർ ചോദിക്കില്ലേ? 2, ഞാനല്ല, ചൈനയിലെ യൂണിവേഴ്സിറ്റിയുടെ ആധികാരിക രേഖകളാണ് ഞാൻ കാണിച്ചത്. സമാനമായ ഒരു
ലൈംഗിക ക്രൈം കേസാണ്. അതായത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, മറ്റൊരു പെൺകുട്ടിയുടെ സ്വകാര്യത ലംഘിക്കുകയും അവളുടെ നഗ്ന വീഡിയോ എടുക്കുകയും ചെയ്തതിന് നേരത്തെ പറഞ്ഞാണല്ലോ രാഹുൽ. ഏതായാലും അതൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കട്ടെ, കോടതി അതിന്റെ മെറിറ്റ് കണ്ടെത്തട്ടെ. തിരികെ എത്താൻ അഡ്വക്കേറ്റ് വിമല ബിനു, ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് പുറത്തു വരുമ്പോൾ അതിൽ ഒരു പരാമർശമുള്ളത് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ പുലർത്തിയ നിശബ്ദതയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ നീതി പുലരുക എന്ന് പറയുമ്പോൾ നിയമവ്യവസ്ഥയും അതിനോടൊപ്പം തന്നെ സ്റ്റേറ്റും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ അതിനുവേണ്ടി നിൽക്കേണ്ടതല്ലേ? ആ നിലയ്ക്ക് ആ റിപ്പോർട്ട് ഒന്നുകൂടി കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ സർക്കാർ ഇടപെടലുകളൊക്കെ പരാജയപ്പെട്ടു പോയതുമായി ബന്ധപ്പെട്ടെന്നൊരു ധ്വനി കൂടി വരുന്നുണ്ടല്ലോ. അഡ്വക്കേറ്റ് വിമല ബിനു. തീർച്ചയായിട്ടും, അതായത് സർക്കാർ ഈ റിപ്പോർട്ട് ഇപ്പോഴും പൂഴ്ത്തിവെച്ചിരിക്കുന്നു. അതിന്റെ പല ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ, പല ഇമ്പോർട്ടന്റ് ആയ ആളുകൾക്കെതിരെയും യാതൊരുവിധ നടപടി നമുക്കിപ്പോഴും നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ മറ്റൊരു ഇൻഫർമേഷൻ ഇതാണ്. അതായത് ഒരിക്കലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പരാതികൾക്കെതിരെയല്ല ക്രൈംസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അപ്പോയിന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ക്രൈംസ് രജിസ്റ്റർ ചെയ്ത് അത് പ്രൊസീഡ് ചെയ്യുന്ന പോലുമില്ല വളരെ സീരിയസ് ആയിട്ട്. മറിച്ച് ഇത് ഒരു നിഗൂഢമായ ഒരു മൗനം പാലിച്ചു, ഒരു ലോങ് സൈലൻസ് ആയിരുന്നു ഗവൺമെന്റ് ഭാഗത്തുണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങളിലാണ് കറക്ഷൻ വേണ്ടത്. ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇതൊരു കംപ്ലീറ്റ് പരാജയമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ ഈ പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ, ഈ ഒരു വലിയ ആഹ്വാനങ്ങൾ ഉണ്ടായപ്പോൾ മാത്രമാണ് ഇതിന്റെ സബ്സിക്വന്റ് ആയിട്ട് ആളുകൾ പരാതിയും ആരോപണങ്ങളുമായി വരികയും അതിനകത്ത് ക്രൈം രജിസ്റ്റർ ചെയ്യാതെ മറ്റു നിർവാഹമില്ലെന്ന് വരികയും അങ്ങനെ അതിലും ആരോപണങ്ങൾ ഉന്നയിച്ച എല്ലാ കേസുകളിലും പരാതിക്കാർ പോലീസിനെ സമീപിച്ച കേസുകളിൽ അല്ലാതെ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. പല പരാതികളും എനിക്ക് തോന്നുന്നു രജിസ്റ്റർ ചെയ്യാതെ തന്നെ, ആരും തന്നെ നോട്ടീസ് ചെയ്യാതെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നാൽ പരാതി കൊടുക്കാനുള്ള ധൈര്യം പല അതിജീവിതകൾക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സ്റ്റാറ്റസും ഉണ്ട്. സോ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നൊരു സീരിയസ് ആക്ഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഗവൺമെന്റ് അത് വിജിലന്റ് ആയിട്ട് അതിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മുമ്പോട്ട് നിന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഗവൺമെന്റ് ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥയും മൗനവും കുറ്റകരമായ രീതിയിൽ പ്രതികളെ സംരക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഭരണപക്ഷ MLA തന്നെ ഇത്തരത്തില് പ്രതിക്കൂട്ടിൽ നിൽക്കപ്പെട്ടിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം എന്തുകൊണ്ടും അദ്ദേഹത്തിന് എല്ലാവിധ അന്വേഷണങ്ങളെയും അദ്ദേഹത്തിന് ബെയില് തന്നെ കിട്ടാൻ കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനം തന്നെയാണ്. കാരണം പ്രോസിക്യൂട്ടേഴ്സ് ഇരിക്കുന്നത് എപ്പോഴും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അതിന് സർക്കാർ തന്നെ, സർക്കാരിന്റെ ഭാഗമായ ആളുകളൊക്കെ, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായ ആളുകളൊക്കെ ചൂണ്ടിക്കാണിച്ചത് ആ നിലയ്ക്ക് ഒരു ആനുകൂല്യം നൽകില്ല. നേരത്തെ ചില ഉദാഹരണങ്ങളുണ്ടല്ലോ, അതൊക്കെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലല്ലോ എന്നതായിരുന്നു അവരുടെ ഒരു വാദം. അത് ആർക്കും വിശ്വസിക്കാൻ കഴിയും. അത്തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകില്ല എന്ന് അവര് വാക്കാൽ പറഞ്ഞത് കൊണ്ട് മതിയോ? അതിനെ ഒരു സംശയത്തിന് ഇടം നൽകാത്ത വിധം ഈ സിറ്റുവേഷൻസിനെ ക്ലിയർ ചെയ്യേണ്ട ബാധ്യത ഗവൺമെന്റിനില്ലേ? എപ്പോഴും ഞങ്ങൾ ഇരയോടൊപ്പം എന്ന് പറയുകയും വേട്ടക്കാരെ കൂടെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സാഹചര്യമാണോ ഉണ്ടാവേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കണം. ശ്രീ മുകേഷ് അദ്ദേഹം തന്നെ ഇതിന്റെ സബ്സിക്വന്റ് ആയിട്ട് അദ്ദേഹത്തിന് സിനിമയുടെ മോഡിഫിക്കേഷന് വേണ്ടി കൊണ്ടുവന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ആയിരുന്നു പ്രൈം പേഴ്സൺ ആയിട്ട് കണക്കാക്കിയിരുന്നത്. സോ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഞാൻ ചോദിക്കട്ടെ, സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കോടതിയിൽ പ്രാക്ടിക്കൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യം. അദ്ദേഹം ഒരു ഭരണപക്ഷ MLA ആണ്. പ്രോസിക്യൂഷന് വേണ്ടി വാദമുഖങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത് ഒരു ഇടതുപക്ഷ സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടറാണ് അല്ലെ? ഇടതുപക്ഷ GP ആയിരിക്കുമല്ലോ ഹാജരാവുന്നത്. ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അദ്ദേഹത്തിന് പോലീസിൽ സ്വാധീനം ചെലുത്താൻ, അല്ലെങ്കിൽ അദ്ദേഹം ഭരണപക്ഷ MLA ആയതുകൊണ്ട് തന്നെ പോലീസ് അദ്ദേഹത്തിന് വഴിപ്പെടില്ല എന്ന് പറയുവാൻ കഴിയുമോ? ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. അദ്ദേഹത്തിന്റെ എല്ലാ സ്വാധീനവും അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയും, ഇല്ലേ? അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ജാമ്യത്തിൽ പുറത്തു വരാൻ കഴിഞ്ഞത്. പ്രോസിക്യൂഷൻ അവിടെ കൊണ്ടുവന്ന എവിഡൻസ് സഫീഷ്യന്റ് ആണെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? അവരുടെ തന്നെ MLA, അവരുടെ തന്നെ GP, അങ്ങനെയല്ലേ കോടതിയിൽ അപ്പീൽ ചെയ്യുക? ശരി, മറ്റൊരാളാണ് അവിടെ ഹാജരായിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഒരു GP അല്ലേ ഹാജരായത്? ഇടതുപക്ഷത്തിന്റെ ഒരു പ്രോസിക്യൂട്ടർ അല്ലേ അവിടെ ഹാജരായിരിക്കുന്നത്? സിമ്പിൾ ആണ്. ആൻസർ ഈസ് ആസ് സച്ച് ആസ് സിമ്പിൾ. ഇത് പൊതുജനത്തിന് മനസ്സിലാവുന്നില്ല, അത്ര തന്നെയേ ഇതിനകത്ത് കാര്യമുള്ളൂ. പൊതുജനത്തിന് ഇത് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇതിന്റെ ആരാണ്
പ്രോസിക്യൂട്ടർക്ക് വേണ്ടി ഹാജരാവുക. ഒരു കാര്യം ചോദിച്ചോട്ടെ? അത് എന്താണ് രാഹുൽ അഡ്വക്കേറ്റ് വിമല അല്ല, ഒരു നിമിഷം, മാഡത്തോട് എന്താണ് രാഹുൽ? മാഡം ഒരുപാട് നിയമപരിജ്ഞാനമുള്ള വ്യക്തിയാണ്. ഞാൻ മാഡത്തോട് ഒരു സംശയമായിട്ട് ചോദിക്കുകയാണ്. കാര്യം എവറി ക്രൈം ഈസ് എ ക്രൈം അഗൈൻസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളതാണ് നമ്മുടെ തത്വം. അപ്പൊ ഇടതുപക്ഷത്തിരിക്കുന്ന ഗവൺമെന്റ് ഉള്ളപ്പോ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഡ്വക്കേറ്റിനല്ലേ എന്തായാലും വാദിക്കാൻ പറ്റൂ. നാളെ ശ്രീ മുകേഷ് MLA അല്ലാതായപ്പോലും അദ്ദേഹം ഇടതുപക്ഷക്കാരനല്ലാതാകുന്നില്ലല്ലോ. അപ്പോ അത് നമ്മുടെ സിസ്റ്റത്തിൽ എപ്പോഴും ഉള്ള ഒരു കാര്യമല്ലേ? നാളെ കോൺഗ്രസ് വരികയാണെങ്കിലോ BJP വരികയാണെങ്കിലോ ഒക്കെ അവർ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ആയിരിക്കില്ലേ അവരുടെ പാനലിലുള്ളത്. പക്ഷേ ശ്രീ മുകേഷിനുള്ള കേസിൽ നമുക്കറിയാം 25,000 രൂപ മുകേഷിനോട് ചോദിച്ചു, 1 ലക്ഷം രൂപ മുകേഷിനോട് ചോദിച്ചു, പലപ്പോഴും കിസ്സിംഗ് സ്മൈലി അയച്ചു, വാട്സപ്പിൽ പലപ്പോഴും ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. റേപ്പ് ചെയ്ത ഒരാളോട് ഇത്തരം ഇന്ററാക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അപ്പൊ ശ്രീ മുകേഷിനെ നമ്മൾ കണ്ണടച്ച് പറയും അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്, ഞാനൊരു വലതുപക്ഷക്കാരനാണ്. പക്ഷെ നമ്മളൊരു സെൻസ് ഓഫ് ഫെയർനെസ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ശ്രീ മുകേഷിനെതിരെയുള്ള കേസ് വളരെ ഫീബിൾ ആണ് എന്ന് പൊതുജനത്തിന് തോന്നുന്നത് ഈ രീതിയിലൊക്കെ ചോദിച്ചിട്ടാണോ? അല്ലെങ്കിൽ റേപ്പ് ചെയ്ത ഒരാളോട് ഇത്തരം രീതിയിൽ കാര്യങ്ങൾ ചോദിക്കുമോ? അഥവാ കൺസെന്റോട് കൂടിയാണ് ഇവർ തമ്മിൽ മുകേഷിനെതിരെ ഒരു ആരോപണമാണോ ഉള്ളത്? ശ്രീ മുകേഷിനെതിരെ ഒരു ആരോപണമാണോ ഉള്ളത്? എത്ര വേണമെങ്കിലും ആരോപണമാവട്ടെ, പക്ഷെ ഇപ്പൊ ഒരു കേസിലല്ലേ ഉള്ളൂ. രാഹുൽ അഡ്വക്കേറ്റ് വിമല ബിനുവിന്റെ അവസരമായിരുന്നു. താങ്കൾ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അവസരം നൽകിയതാണ്. അഡ്വക്കേറ്റ് വിമല ബിനു സംസാരിക്കട്ടെ, പറയൂ. ഞാൻ പറഞ്ഞത് ആരോപണങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചോ അവിശ്വാസ്യതയെക്കുറിച്ചോ അല്ല, മറിച്ച് ആരോപണങ്ങളിൽ ഹാജരാകുമ്പോൾ അത് തങ്ങളുടെ തന്നെ ഒരു അഭിഭാഷകനാണ് അവിടെ തങ്ങൾക്കെതിരായ വാദമുഖങ്ങൾ ഉന്നയിക്കാൻ ഹാജരാകേണ്ടത്. ഭരണപക്ഷത്തിന്റെ തന്നെ ഒരു അഭിഭാഷകൻ അല്ലേ ഹാജരാവുന്നത് എന്നുള്ള എന്റെ നോർമൽ നാച്ചുറൽ കോമൺ സെൻസിലുള്ള ഒരു ചോദ്യമാണ് രാഹുൽ. അതിന് രാഹുൽ വയലന്റ് ആയിട്ട് കാര്യമില്ല. ദാറ്റ്സ് വെരി കോമൺ. അവരുടെ തന്നെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയാൻ കഴിയുമോ? അത് ഇത്തരം കാര്യങ്ങളിൽ ഇൻഫറൻസസ് ഉണ്ടാവാൻ പാടില്ല. ആഡ്വേഴ്സ് ഇൻഫറൻസസ് ഓർ സപ്പോർട്ട് അല്ലെങ്കിൽ ബയാസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നോർമൽ ലോജിക്ക്. ഇത് ബയാസ്ഡ് ആവും എന്നുള്ളതിൽ ആർക്കാണ് സംശയമില്ലാത്തത്? ശരി, അതാണ് അത്തരത്തിലൊരു ആനുകൂല്യം മുകേഷിന് കിട്ടുന്ന തരത്തിൽ ഭരണ സംവിധാനത്തിന്റെ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് താങ്കൾ ഉന്നയിക്കുന്ന വാദം. അത് വ്യക്തവുമാണ് അഡ്വക്കേറ്റ് വിമല ബിനു. അതെ, അത് വ്യക്തമാണ്. അലീജ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണുള്ളത്. ശരി, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ അഡ്വക്കേറ്റ് വിമല ബിനു പറയുകയായിരുന്നു അങ്ങനെ സർക്കാർ തലത്തിലുണ്ടായ ഇടപെടൽ സംബന്ധിച്ച് സുതാര്യത ഉറപ്പുവരുത്തേണ്ടതായിരുന്നുവല്ലോ. ഈ രാഷ്ട്രീയ ധാർമ്മികതയൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ആ വിഷയത്തിൽ. അപ്പോൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിശബ്ദത പുലർത്തിയെന്നുള്ള കോടതി വിമർശനം കൂടി വരുമ്പോൾ അത്തരം വാദങ്ങൾ ഒന്നുകൂടി മുറുകുകയാണല്ലോ ശ്രീ ബൈജു കൊട്ടാരക്കര. അതേ ഉന്മേഷം, അത് തന്നെയാണ് സത്യവതാണ്. അതായത് നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ തന്നെ നമുക്കറിയാം ആ കേസിൻ്റെ അന്വേഷണമൊക്കെ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ADGP ശ്രീജിത്തിനെ അവിടെ നിന്നും മാറ്റി ട്രാൻസ്പോർട്ട് വകുപ്പിലേക്ക് അയച്ചത്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ആ സമയത്ത് നടന്നിട്ടുള്ളതെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിസ്സംഗതയൊന്നും ഇല്ല എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. സർക്കാർ പലതും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. സർക്കാർ എന്ന് പറഞ്ഞാൽ ഇനി എല്ലാവരും അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. ഇവിടെയുള്ള സിനിമയിലെ ചില മേലാളന്മാരൊക്കെ അതിന് കൂട്ടുപിടിച്ച് കുടപിടിച്ച് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ അത് മറച്ചു വെക്കുന്നു എന്നുള്ള കാര്യത്തിലാണ്. ഞാൻ പിന്നെ ഇപ്പോഴൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ വേട്ടക്കാർക്കും അതുപോലെ തന്നെ ഈ പീഡകന്മാർക്കും വേണ്ടി ഇത്ര വളരെയധികം വിദഗ്ധമായിട്ട് കള്ളത്തരങ്ങൾ പറയുകയും വിദഗ്ധമായിട്ട് ഇവിടെ വന്ന് പല വ്യാജ രേഖകളും ഒക്കെ എടുത്ത് കാണിച്ച് അവിടെ ഫേസ്ബുക്കിൽ വന്നു, ഇവിടെ ഫേസ്ബുക്കിൽ വന്നു, അതുകൊണ്ട് അത് ഇങ്ങനെയാണ്, ചില കോടതികളെ പോലും പഠിപ്പിക്കാൻ ചെല്ലുന്ന രീതിയിൽ പൊതുജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള ഈ വാദങ്ങളും വരുത്തുമ്പോൾ ഇതൊന്നും കേട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകാതിരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി രാഹുലൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ജനത്തിന് വളരെ വ്യക്തമായി അറിയാം. ഇവിടെ നിയമം അറിയാവുന്ന ആളുകളുണ്ട്, നിയമം അറിയാൻ മേലാത്ത ആളുകളുണ്ട്. അത് ഏത് വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിലും ശരി, അവർക്ക് വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ കാണുമ്പോൾ അവർക്കറിയാം. ഇപ്പോൾ ഈ മുകേഷിൻ്റെ കാര്യമാണെങ്കിലും ശരി, ഇപ്പോൾ മുകേഷിൻ്റെ കാര്യം ഇപ്പോൾ അഡ്വക്കേറ്റ് വിമല പറഞ്ഞല്ലോ, അത് ഈ മുകേഷിൻ്റെ കാര്യം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. മുകേഷിനെതിരെ ഒന്നല്ല പരാതി, നിരവധി പരാതികളുണ്ട്. വളരെ വ്യക്തമായി പറഞ്ഞാൽ മുകേഷിനെതിരെ പരാതി കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ കൊച്ചി വൈറ്റ്ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും അവസാനിക്കുന്ന കാക്കനാടായിരിക്കും അതിൻ്റെ ക്യൂ. ആ രീതിയിലുള്ള പരാതികളുണ്ട്. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എവരുടെയൊക്കെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതല്ലേ? അങ്ങനെയാണെന്നുള്ള ആ കാര്യത്തിലൂടെ തീരുമാനം ഉണ്ടാകണ്ടേ? അപ്പോൾ ഈ പോലീസ് അന്വേഷിച്ച് നടക്കുന്നത് ഇപ്പോഴുള്ള ഈ ചില വ്യാജ പരാതികൾ വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ്.
സത്യമായ കാര്യങ്ങളാണ്. ഈ വ്യാജ പരാതികൾ ഉണ്ടെന്നത് എപ്പോഴും രാഹുൽ ഈശ്വറൊക്കെ പറയുന്ന കാര്യമാണ്. ഒന്ന് നിവിൻ പോളിയുടെ കാര്യം ശരിയാണ്. നിവിൻ പോളിക്കെതിരെ കൊടുത്ത പരാതി വ്യാജ പരാതിയാണെന്നുള്ളത് 100% സത്യമാണ്. കാരണം അവരെ പിന്നെ ആ പരാതി കൊടുത്ത സ്ത്രീയും അവരുടെ ഭർത്താവും നേരത്തെ കഞ്ചാവ് കേസിൽ വരെ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അവരെക്കുറിച്ച് കുറേയധികം ആളുകൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത് വ്യാജ പരാതിയാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു പരാതി വ്യാജ പരാതിയായി വന്നു എന്ന് വെച്ച് വരുന്ന പരാതികളെല്ലാം വ്യാജമാണോ? ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്ത പരാതികളെല്ലാം വ്യാജമാണോ? അങ്ങനെയെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ട് കൊടുത്ത ഈ 20 വളരെ ഗുരുതരമായ കണ്ടെത്തലുകളുള്ള 20 പരാതികൾ, അതിലുള്ള ആളുകൾ ആരാണ്? അതിലുള്ള ആ വേട്ടക്കാരന്മാർ ആരാണ്? അത് വെള്ളെ പുറത്തു വരേണ്ടത്. അത് പുറത്തു വന്നെങ്കിലേ ഈ സിനിമ അല്ല സിനിമയിലുള്ള എല്ലാ ആൾക്കാരെയും ഞാനില്ല. അല്ലല്ല, ഒരാളോട് പറഞ്ഞോട്ടെ. ഈ രാഹുൽ പറയുമ്പോഴൊക്കെ എപ്പോഴും പറയും സിനിമയില്ലാത്തതിന്റെ ബുദ്ധിമുട്ടാണ്, സിനിമയില്ലാത്തതിന്റെ കാര്യമെന്ന്. രാഹുലെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? പുള്ളി പറഞ്ഞതാണ്, എപ്പോഴും പറയുന്നതാണ്. ഞാൻ അതിന് മറുപടി പറഞ്ഞോട്ടെ. സിനിമയില്ലെങ്കിലും മാസം 5-6 ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരാളാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കള്ളം പറഞ്ഞും വ്യാജരേഖകൾ കൊണ്ട് കാണിച്ചും ഈ ഫേസ്ബുക്ക് അങ്ങനെ വ്യക്തിപരമായി പോകണ്ട ശ്രീ ബൈജു കൊട്ടാരക്കര. ശരി, അത് വ്യക്തം. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. ശരി, പെട്ടെന്ന് പറയൂ രാഹുൽ, പെട്ടെന്ന് പറയൂ. ശ്രീ ബൈജു കൊട്ടാരക്കരയ്ക്ക് പണ്ടേ വാസ്തവങ്ങളുമായിട്ടും ഫാക്റ്റുമായിട്ടും ബന്ധമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഓൾറെഡി അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പല വാദഗതികളും ഇതുപോലെയാണ്. അതായത് അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ട് ഏതെങ്കിലും രീതിയിൽ പറയുന്നതാണ്. ഇനി പറഞ്ഞോട്ടെ സാർ, കേട്ടല്ലോ, ആ മര്യാദ തിരിച്ചു കാണിക്കൂ. ശ്രീ ബൈജു കൊട്ടാരക്കര അദ്ദേഹം പറയട്ടെ. ശ്രീ ബൈജു കൊട്ടാരക്കര പറയൂ രാഹുൽ, പറയൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് വാസ്തവമായിട്ട് പലപ്പോഴും ബന്ധമില്ല എന്ന് നമുക്കറിയാം. വൈറ്റില മുതൽ കാക്കനാട് വരെ ഏകദേശം 8.5 കിലോമീറ്റർ ഉണ്ട്. 8.5 കിലോമീറ്റർ നീളത്തിൽ മുകേഷിനെതിരെ പരാതി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയുടെ അങ്ങേയറ്റമാണ്. അതായത് കാര്യങ്ങൾ അതിശയോക്തിവൽക്കരിച്ച് പറയുക എന്നുള്ള അദ്ദേഹത്തിന്റെ സ്ഥിരമുള്ള ഒരു ശീലമാണ്. തീർന്നില്ല, മുമ്പ് എല്ലാവർക്കും 50 ലക്ഷം രൂപ ദിലീപ് ബെഹ്റയ്ക്ക് കൊടുത്തു. അത് പൊളിഞ്ഞു വീണു. ബാലേന്ദ്രകുമാറിന്റെ വ്യാജ ആരോപണങ്ങൾ പൊളിഞ്ഞു വീണു. കാവ്യമാധവനാണ് മാഡം എന്ന് പറഞ്ഞ് പൊളിഞ്ഞു വീണു. കാവ്യമാധവന്റെ അമ്മയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞു വീണു. എത്ര കള്ളത്തരങ്ങളാണ് കേരളം കേട്ടത്? നുണകളുടെ പെരുമഴ. ശരി, അപ്പോൾ അതിന് മറുപടിയുമായി കഴിഞ്ഞു രാഹുൽ, അതിന് മറുപടിയുമായി കഴിഞ്ഞു. ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്, അതിന് ശേഷം തിരികെ എത്താം. രാഹുൽ ഈശ്വർ, ഇത് ശുദ്ധികലശത്തിലേക്കുള്ള ആദ്യപടി അങ്ങനെ കരുതുന്നുണ്ടോ? നമുക്ക് 1 മിനിറ്റിൽ താങ്കൾ അവസാനിപ്പിക്കണം. രാഹുൽ, കേൾക്കാമോ? രാഹുലിലേക്ക് എത്താം. അഡ്വക്കേറ്റ് വിമല ബിനു, ഇപ്പോൾ ഇത്തരം നടപടികൾ ഉണ്ടാകുന്നു, കുറ്റക്കാരൊക്കെ ആ നിലയ്ക്ക് നിയമ നടപടികൾ നേരിടട്ടെ. മലയാള സിനിമയിൽ ഉണ്ടാകാൻ പോകുന്ന ശുദ്ധികലശം ആ നിലയ്ക്ക് ഒരു ഭാഗത്തുണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായും. കാരണം ഇനി ഇത്തരം കാര്യം പ്രിവെൻഷൻ ചെയ്യാൻ പറ്റും. അതായത് ഇത്തരം ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡിറ്ററന്റ് ഫാക്ടർ ആയിട്ട് ഇത്തരം ക്രൈം രജിസ്ട്രേഷൻസ് ഉപകരിക്കുമെന്ന് തന്നെയാണ്. അതായത് ഭയരഹിതമായ തൊഴിലിടങ്ങൾ സ്ത്രീകൾക്കും സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഭയമില്ലാതെ ജീവിക്കുവാന്, ഭയമില്ലാതെ തങ്ങളുടെ പാഷനെ ചെയ്യാൻ. പലപ്പോഴും സിനിമയിലേക്ക് സ്ത്രീകൾ എത്തുക അവരുടെ ഒരു പാഷന്റെ ഭാഗമായിട്ടായിരിക്കും. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് താങ്കൾ പറയുന്നത്. രാഹുൽ ഈശ്വർ, വളരെ വേഗത്തിൽ അത്തരമൊരു ശുദ്ധികലശ നടപടി. ശുദ്ധികലശം വേണം. സിനിമാ മേഖലയെ നന്നാക്കണം. മോഹൻലാലിന്റെ, മമ്മൂട്ടിയുടെ, പൃഥ്വിരാജിന്റെ, സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും നിലപാട് ഹേമ കമ്മിറ്റി നവീകരണമായിരിക്കണം, നശീകരണമായിരിക്കണം. നമ്മുടെ സിനിമയാണ്, നമ്മുടെ അഭിമാനമാണ്. മലയാള സിനിമ 1000 കോടി നേടി നിൽക്കുന്ന വർഷമാണ്. അപ്പോഴാണ് ഈ ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ വന്നത്. ഇതിനെ അതിജീവിക്കണം, ശുദ്ധീകരണം ഉണ്ടാകണം. പക്ഷേ സിനിമയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കണം, സിനിമാക്കാരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കണം. നശിപ്പിക്കാനും കരിവാരിത്തേക്കാനും ഇല്ലാതാക്കാനും അല്ല, ശുദ്ധീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് നമ്മളെല്ലാം കൂടെ നിൽക്കണം. ശരി, ശ്രീ ബൈജു കൊട്ടാരക്കര. ഉന്മേഷേ, സിനിമയെ നവീകരിക്കണം എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. നവീകരിക്കണം, ശുദ്ധീകരിക്കണം, അതെല്ലാം സിനിമയിൽ വേണം എന്ന് പറഞ്ഞ് ഈ സിനിമാക്കാർ കാണിക്കുന്ന എന്ത് വൃത്തികേടിനും കൂടെ നിൽക്കണോ? ആരെ ബലാത്സംഗം ചെയ്താലും അതിൻ്റെ കൂടെ നിൽക്കണോ? ബലാത്സംഗ പ്രതികളുടെ കൂടെ നിൽക്കണമെന്നുണ്ടോ? അപ്പോൾ ഈ ഇരകൾക്ക് എവിടെയാണ് അവർക്ക് നീതി കിട്ടുന്നത്? ആ നീതിക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവരെ ആക്ഷേപിക്കുകയാണോ വേണ്ടത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും? അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ നവീകരിക്കണം എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണമുണ്ടായി. ആ ഗുണമെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ആ പരിധി കുറേയധികം കുറയും എന്നുള്ളത് മാത്രമാണ്. സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കര, വ്യക്തമാണ്. അത്തരത്തിൽ ഒരു നവീകരണത്തിലേക്ക് മലയാള സിനിമ എത്തട്ടെ, അതിന് കഴിയുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഈവനിംഗ് ചർച്ച പൂർത്തിയാകുന്നു.